ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ജോസഫ് തൻ്റെ തീരുമാനം അലീനയോട് തുറന്നു പറയുന്നുണ്ട്. കൈതക്കൽ മാളിക വീട്ടിലെ സന്തതിയായിട്ടുള്ള മനുവായിട്ട് നിൻ്റെ വിവാഹം ഞാൻ ഒരിക്കലും നടത്തി തരില്ല. അതിന് നീ സ്വപ്നം കാണുകയെ അതിനാഗ്രഹിച്ചിരിക്കുകയെ വേണ്ട. മനുവിനെ എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് ആ വീട്ടുകാരെയോ ആ കുടുംബത്തെയോ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവരൊക്കെ വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ്, എന്നെ വഞ്ചിച്ചവരാണ്. നിന്നെ 23 വർഷം അനാഥാലയത്തിൽ ഏൽപ്പിച്ചവരാണ്. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് നിന്നെ കല്യാണം കഴിച്ച് കൊടുക്കണോ ഞാൻ? എനിക്കതിന് സാധ്യമല്ല. നിന്നെ രാജകുമാരിയായി വാഴിക്കുന്ന, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരു സമ്പന്നനായ ആൾക്ക് നിന്നെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുള്ളൂ. എൻ്റെ ഈ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ പ്രൗഢിക്കും പ്രതാപത്തിനും യോജിച്ച ഒരാൾക്ക് മാത്രമേ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുള്ളൂ. നിനക്ക് മനസ്സിലായോ? ഇത്രയും ഞാൻ നിന്നോട് പറഞ്ഞത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? നീ മനുവിനെ മറക്കണം. ഇത്രയും കാലം നീ മനുവിനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ ഈ ദിവസത്തോടെ നീ മറന്നിരിക്കണം. ഇപ്പോൾ നീ ഈ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, സ്റ്റാൻലി ജോസഫിൻ്റെ മാത്രം മകള്. ആ മകളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുക. അതിനനുസരിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എന്നും പറഞ്ഞ് തിരിഞ്ഞു പോവാൻ നിന്ന സ്റ്റാൻലി ജോസഫിനോട് അലീന പറയുന്നുണ്ട്, പപ്പയുടെ തീരുമാനങ്ങളെ ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷെ എനിക്കും ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. മനുവേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മനുവേട്ടനെ അല്ലാതെ ഞാൻ വേറൊരാളെയും വിവാഹം കഴിക്കില്ല. ഈ അലീനയ്ക്ക്, റിട്ടയർഡ് സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ് ഈ അലീനയെങ്കിൽ, ഈ അലീനയ്ക്കൊരു വിവാഹ ജീവിതമുണ്ടെങ്കിൽ അത് മനുശങ്കർ മേനോനുമായി മാത്രമായിരിക്കും. ആരുമില്ലാത്ത സമയത്ത് എനിക്ക് മനുവേട്ടനെ ഉണ്ടായിട്ടുള്ളൂ. തണലും താങ്ങുമായിട്ട് എന്നെ ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനും മനുവേട്ടനെ ഉണ്ടായിട്ടുള്ളൂ. ആരും ഇല്ലാത്തൊരു പെണ്ണായ ഈ അനാഥയായ എന്നെ സ്നേഹിച്ചത് മനുവേട്ടനാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും മനുവേട്ടനാണ്. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അതെല്ലാം ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും. ആ സ്വപ്നങ്ങളെ തട്ടിക്കളയാൻ എനിക്ക് പറ്റില്ല. മനുവേട്ടന് ഞാൻ കൊടുത്ത വാക്കാണ്, മനുവേട്ടനെ ഞാൻ ഒറ്റയ്ക്കാക്കില്ലെന്ന്. മനുവേട്ടൻ്റെ കൂടെ ജീവിക്കൂ എന്നുള്ളത്. എനിക്ക് വേണ്ടിയിട്ടാണ് മനുവേട്ടൻ കാത്തിരിക്കുന്നത്. അതൊന്നും എനിക്ക് കണ്ടിൽ നിന്ന് നടിക്കാൻ പറ്റില്ല പപ്പ. പപ്പൻ്റെ പ്രതാപത്തിനും പ്രൗഢിക്കും പറ്റിയ ഒരാളായിരിക്കില്ല ചിലപ്പോൾ മനുവേട്ടൻ. പക്ഷെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ മനുവേട്ടന് പറ്റും. എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ സ്നേഹത്തിനും ഒരാൾക്ക് അവകാശമുള്ളൂ. അത് മനുശങ്കർ മേനോന് മാത്രമായിരിക്കും. പപ്പയ്ക്ക് ആ കുടുംബക്കാരായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളാണ്. അത് എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഇനി പപ്പ എന്തൊക്കെ പറഞ്ഞാലും മനുവേട്ടനെ അല്ലാതെ വേറൊരാളെയും വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അലീന തല താഴ്ത്തുന്നുണ്ട് കേട്ടോ. അലീന ഇത്രയും തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് സ്റ്റാൻലി ജോസഫിന് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, മോളെ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം. നിന്നെ 23 വർഷം എൻ്റെ പക്കൽ നിന്ന് അകറ്റിയവരാണ് അവരെ ആ കുടുംബത്തിലേക്ക് തന്നെയാണോ നിനക്ക് ഇനിയും പോകേണ്ടത്? നിന്നെ ദ്രോഹിച്ചവരല്ലേ ആ കുടുംബക്കാർ? നിന്നെ അകറ്റിയവരാണ്. എന്തിനാണ് ഇനിയും ആ കുടുംബത്തിലേക്ക്? വേണ്ട മോളെ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക. പപ്പയ്ക്ക് എന്ത് അവകാശമാണ്, എന്ത് അധികാരമാണ് എൻ്റെ മേലുള്ളത്? ഇത്രയും കാലം പപ്പ എവിടെയായിരുന്നു? അമ്മയുടെ വയറ്റിൽ ഞാൻ ജീവിച്ചു തുടങ്ങിയ ആ സമയം തൊട്ട് പപ്പയ്ക്ക് എന്നെ അറിയുന്നതല്ലേ. അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ വൈജ ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്നെങ്കിലും പപ്പയ്ക്ക് അന്വേഷിക്കായിരുന്നില്ലേ? എന്നെക്കുറിച്ച് ഈ നീണ്ട 23 വർഷം പപ്പ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെയാണ്, എന്താണ് എന്നൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്നെ ഓർഫനേജിലാക്കിയ കാര്യം, അത് കൈതക്കൽ മാളിക വീട്ടുകാർ ഒറ്റയ്ക്ക് ചെയ്തതല്ലോ. പപ്പയുടെ കുടുംബക്കാർക്കും അതിലൊരു പങ്കില്ലേ? അങ്ങനെ ഒരു കുഞ്ഞിനെ ഓർഫനേജിലാക്കി എന്നുള്ളത് എനിക്കറിയുന്ന കാര്യമായിരുന്നില്ല. നീ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഒരു കോമ സ്റ്റേജിലായിരുന്നു. അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ അലീന. പിന്നെ നീ എന്നെ വിഷമിപ്പിക്കുന്ന ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ? എനിക്ക് എന്ത് അധികാരമുണ്ടെന്ന്? എൻ്റെ എല്ലാ കുടുംബക്കാരെയും വെറുപ്പിച്ചിട്ടും അല്ലേ ഞാൻ നിന്നെ ഇപ്പോൾ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്? നിന്നെ എൻ്റെ മകളെ പോലെ തന്നെയല്ലേ ഞാൻ സ്നേഹിക്കുന്നത്? എൻ്റെ മകളെ 23 വർഷം നിനക്ക് കിട്ടാത്ത സ്നേഹം ഞാൻ നിനക്ക് തരുന്നില്ലേ? ഞാൻ അതൊക്കെ അനുഭവിച്ചിട്ട് നീ എന്നോട് ഇങ്ങനെ ചോദിക്കാമോ? ഏതോ ഒരു പയ്യന് വേണ്ടിയിട്ട്? ഏതോ ഒരു പയ്യനല്ല മനുവേട്ടൻ എനിക്ക് നല്ലൊരു സുഹൃത്താണ്. ഞാൻ ജീവിത പങ്കാളിയായി മനസ്സിൽ കണ്ട ഒരാളാണ് മനുവേട്ടൻ. ആ സ്ഥാനത്ത് എനിക്ക് വേറൊരാളും സങ്കല്പിക്കാൻ പറ്റില്ല. അത് പപ്പയ്ക്കും പറയുന്ന കാര്യങ്ങളല്ലേ.
പിന്നെ ജാതി മതവും അതൊന്നും ആരും നോക്കുന്നതല്ലല്ലോ പപ്പ. പപ്പയും നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പപ്പ എൻ്റെ അമ്മേനെ എങ്ങനെ സ്നേഹിച്ചിരുന്നു അതുപോലെ തന്നെ ഞാൻ മനുവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. മനുവേട്ടനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. പപ്പയ്ക്ക് ആ വീട്ടുകാരുമായിട്ടുണ്ടായിരുന്ന അതേ ദേഷ്യം അതൊക്കെ മറക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? പിന്നെ അങ്ങനെയൊരു തെറ്റ് പ്രസവിച്ച കുഞ്ഞിനെ അവർ കൊന്നു കളയൊന്നും ചെയ്തില്ലല്ലോ. ഒരു ഓർഫനേജിലല്ലേ ഏൽപ്പിച്ചത്. അതിപ്പോൾ പപ്പയുടെ കുടുംബക്കാരും ചെയ്തിട്ടില്ലേ? ഷെറിൻ ആൻറ്റിയുടെ കുഞ്ഞിനെ നിങ്ങളൊക്കെ ഓർഫനേജിൽ കൊണ്ടാക്കിയില്ലേ? ആ കുഞ്ഞിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പം എല്ലാ കുടുംബത്തിലും അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് പപ്പ. അതൊന്നും നോക്കിയിട്ട് മനുവേട്ടനെ വിലയിരുത്തണ്ട. അവിടെയുള്ള ഒരാളുടെ സ്വഭാവമല്ല മനുവേട്ടന്. മനുവേട്ടൻ പാവാണ്. നേരിനും ന്യായത്തിനും വേണ്ടി പറയുന്ന ആളാണ്. എനിക്ക് വേണ്ടി തന്നെ എത്ര പ്രാവശ്യം മനുവേട്ടൻ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെന്ന് അറിയോ? ശരിയായിരിക്കും അലീന. പക്ഷെ ഇപ്പം നീ വെറും ഒരു അനാഥയല്ല, കോടികൾ ആസ്തിയുള്ള ഒരു പട്ടാളക്കാരൻ്റെ മകളാണ്. ആ മകള് ഇങ്ങനൊരു ആളുടെ കൂടെ, ഒരു ഹിന്ദു ചെറുക്കൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ചു വിടുക എന്ന് പറഞ്ഞത് എൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. പപ്പ അതൊക്കെ നോക്കുന്നുണ്ടോ? പപ്പയുടെ പ്രശ്നം സ്റ്റാറ്റസ് ആണോ, അതോ കൈതക്കൽ മാളിക വീട്ടിൽ ജനിച്ചു എന്നൊരു പ്രശ്നമാണോ മനുവേട്ടനിൽ പപ്പ കാണുന്നത്? അങ്ങനെയെങ്കിൽ അത് പപ്പ മറന്നേക്കൂ. ആ വീട്ടിലെ ഒരാളുടെയും സ്വഭാവം മനുവേട്ടനില്ല. പിന്നെ അവരന്ന് അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അതൊക്കെ ആ സിറ്റുവേഷൻസിനനുസരിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ചതല്ലേ. ഇപ്പം ആരും എന്നെ ആ രീതിയിൽ കാണുന്നില്ല. എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. വൈജയുടെ മകളാണ് എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കിയതിൽ പിന്നെ എല്ലാവരും എന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി ജോസഫിൻ്റെ മനസ്സ് മാറ്റാൻ അലീന പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ഇനി എൻ്റെ സമ്മതമില്ലാതെ നീ ഈ വിവാഹം കഴിക്കുകയാണെന്ന് വെച്ചാൽ അത് നിൻ്റെ ഇഷ്ടമാണ്. വീണ്ടും നീ അനാഥയായി ജീവിക്കേണ്ടി വരും എന്ന് അലീനയോട് സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. എനിക്ക് വീണ്ടും ഒരു അനാഥയായി തിരിച്ചു പോകാനൊന്നും മടിയില്ല. 23 വർഷം ആരും ഇല്ലാതെ ഒരു അനാഥയായി തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പോഴേ എനിക്ക് എല്ലാവരും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ പപ്പയുടെ മുന്നിൽ ഞാനിങ്ങനെ നിൽക്കാൻ കൂടിയ ഒരു തരത്തിൽ കാരണക്കാർ ആ വീട്ടുകാരല്ലേ, ആ കുടുംബക്കാരല്ലേ. എന്നിട്ട് പപ്പ അവരിൽ നിന്ന് തന്നെ എന്നെ അകറ്റിയാലോ? എനിക്ക് എല്ലാവരും വേണം പപ്പ, എല്ലാവരും. അച്ഛനും അമ്മയും സഹോദരങ്ങളും മനുവേട്ടനും പപ്പയും പപ്പയുടെ മക്കളും എല്ലാവരും എനിക്ക് വേണം. എല്ലാവരും എൻ്റെ സഹോദരങ്ങളും എൻ്റെ കുടുംബക്കാരുമാണ് എന്ന് വിചാരിക്കുന്നവളാണ് ഞാൻ. അതിൽ ഈ ഒരു ജന്മത്തിൽ എനിക്ക് പപ്പ ചെയ്തു തരാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് മനുവേട്ടനുമായിട്ട് എൻ്റെ കല്യാണം നടത്തി തരാം എന്നുള്ളതാണ്. മനുവേട്ടൻ്റെ കൂടെ ഞാൻ സന്തോഷമായിട്ടിരിക്കുള്ളൂ. 23 വർഷം പപ്പയുടെ മകളായിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല. ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഞാനത് അനുഭവിച്ചു. ആ സ്നേഹവും വാത്സല്യമൊക്കെ എനിക്ക് ഒരു നല്ല പപ്പയ്ക്ക് ചെയ്തു തരാൻ പറ്റുന്നത് മകളുടെ സന്തോഷമല്ലേ. എനിക്ക് മനുവേട്ടനുണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് അലീന പൊട്ടിക്കരയാൻ തുടങ്ങുന്നത് കേട്ടോ. അലീനയുടെ ആ കരച്ചില്ല സ്റ്റാൻലി വീണ്ടും പോകുന്നുണ്ട് കേട്ടോ. അവസാനം അലീനയെ ചേർത്ത് നിർത്തി സ്റ്റാൻലി പറയുന്നുണ്ട് കേട്ടോ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് നടത്തി തരും. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നീ അംഗീകരിച്ച് തരണം. എങ്കിൽ നീയും മനുവുമായിട്ടുള്ള വിവാഹം ആരൊക്കെ എതിർത്താലും ഞാൻ നടത്തി തരും. പക്ഷേ എനിക്കതിന് കുറച്ച് സാവകാശം വേണം. അതുവരെ മനുവുമായി നീ കൂടിക്കാഴ്ചകൾ നടത്തരുത്, മനസ്സിലായോ എന്നും പറഞ്ഞ് അലീനയെ ആശ്വസിപ്പിച്ചിട്ട് സ്റ്റാൻലി ജോസഫ് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആശ്വാസ വാക്ക് കൊടുത്തു എന്നിരുന്നാലും മനുവിനെ ഉൾക്കൊള്ളാൻ അലീനയുടെ കാമുകനായിട്ടുള്ള മനുവിനെ ഉൾക്കൊള്ളാൻ സ്റ്റാൻലി ജോസഫിന് സമയം വേണ്ടി വരും കേട്ടോ. എങ്കിലും അവസാനം മനു തന്നെയായിരിക്കും അലീനയെ വിവാഹം കഴിക്കുന്നത് കേട്ടോ. അത് രണ്ട് കുടുംബങ്ങളുടെയും സമ്മതത്തോടെ തന്നെ മനു അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.